ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമുള്ള ഏകാദശിയാണ് സ്വർഗ്ഗവാതിലേകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗ്ഗവാതിൽ ഏകാദശി എന്നറിയപ്പെടുന്നത്. ധനുമാസ തിരുവാതിരയ്ക്ക് മുമ്പുള്ള ഏകാദശി കൂടിയാണിത്. ഇഹലോക സുഖവും പരലോക സുഖവും ഫലം. ദശമിയും ദ്വാദശിയും ഒരിക്കലൂണ് നോൽക്കണം. ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. അന്യചിന്തകൾക്കൊന്നും മനസ്സിലിടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ മഹത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നതും ഉത്തമമാണ്. ഭജന, സത്സംഗം, പുണ്യക്ഷേത്ര ദർശനം ഇവ നടത്തി ദ്വാദശി നാൾ പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കണം. ശ്രീകൃഷ്ണൻ സഹപാഠിയായിരുന്ന കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗ്ഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി എന്നും ഐതിഹ്യമുണ്ട്. പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ്. ഈ ദേവി ഭഗവാൻ മഹാവിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജങ്കൻ. അദ്ദേഹത്തിൻ്റെ മകൻ മുരൻ. ഇരുവരും ചന്ദ്രാവതിപുരിയിലായിരുന്നു താമസം. അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാകട്ടെ അവരെ മഹാവിഷ്ണുവിനരികിലേക്ക് അയച്ചു. ദേവന്മാർ മഹാവിഷ്ണുവിനോട് സങ്കടമുണർത്തിച്ചപ്പോൾ മഹാവിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു. അന്ന് ഏകാദശി ദിവസമായതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു. ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. ഭഗവാൻ വിഷ്ണുവിന് സന്തോഷമായി. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും ദേവി ആവശ്യപ്പെട്ടു. ഭഗവാൻ മഹാവിഷ്ണു അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത്. വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ടാണ് ഭഗവാന് മുരാരി എന്ന പേരുണ്ടായത്. വിഷ്ണുപ്രീതിയിലൂടെ സായുജ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം.